കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. ഞാൻ പാർവതിയുടെ ലൊക്കേഷനിലാണ്, ഫുൾ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു വ്ളോഗ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം തോന്നി. അതായത് പാർവതി ലൊക്കേഷനിൽ ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം എന്നില്ല, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അറ്റ് പാർവതി ലൊക്കേഷൻ. അപ്പോൾ കാണാം. ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനൊരു 2 ദോശയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ ഞാൻ സാമ്പാർ എടുത്തു. എനിക്ക് ചട്നി ദോശ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ലൊക്കേഷനിൽ. അപ്പം ഞാൻ അതുകൊണ്ട് സാമ്പാറും ദോശയാണ് ഞാൻ എപ്പോഴും കഴിക്കുക. അതല്ലാണ്ട് ഇന്ന് ഉഴുന്ന് വട കൂടെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ റിനിയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ റിനിക്കും ഒരെണ്ണം കൊടുത്തു. വരും. What I eat in a day. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓരോരോ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഇത് പുതിയൊരു ഐറ്റമായിരുന്നു. അവിടെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പാർവതി ലക്ഷ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ മേക്കപ്പ് മാൻ വിരുചേട്ടൻ കൊണ്ടുവന്നതാണ്. വിരുചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ഐറ്റമാണ് കൊണ്ടുവന്നത്. കുമ്പിളപ്പം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ ഇവിടെ തെരളിയപ്പം അങ്ങനെ ഉണ്ടാക്കുമല്ലോ, ട്രിവാൻഡ്രം സൈഡ് ഉണ്ടാക്കും, വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഐറ്റം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തെടുത്തു. ലഞ്ച് ടൈം ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഈ ഐറ്റംസ് ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ലഞ്ച് ടൈമായി. ഇത് ലൊക്കേഷനിലെ ഫുഡല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇതേപോലെ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ, അമൃത, റിനി, മേഘ, ദിനി ചേച്ചി, പിന്നെ ഞങ്ങളുടെ ഹെയർ ഡ്രസ്സർ, ഇത്രയും പേരും കൂടിയിട്ട് ഞങ്ങൾ ഒരു ബക്കറ്റ് ബിരിയാണി വാങ്ങിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നേ. അപ്പോൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു പെപ്സിയൊക്കെ കഴിക്കണമെന്ന് നമുക്ക് തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അതും കൂടെ. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് വേറെ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കഴിച്ചു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിനിടയിൽ എവിടെയാണ് ഞാൻ ഈ അഭിനയിക്കാനൊക്കെ പോകുന്നതെന്ന്. സീനൊക്കെ ചെയ്യുന്നുണ്ട്. സീനൊക്കെ ചെയ്തിട്ട് അതിനിടയിൽ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഡയറ്റ് എന്ന് പറഞ്ഞ് ചിലർ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് ഡയറ്റ് ചെയ്യാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സ്, അത് ഇത് സ്മൂത്തി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതി സാധനങ്ങളും കഴിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു ഈ ഫ്രൂട്ട്സ്. അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നത്. ലഞ്ച് ബ്രേക്കിനും
ഈവനിങ് സ്നാക്സിനും ഇടയിലുള്ള ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ കേക്കും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഈവനിങ് ആ ഒരു സ്നാക്സ് ടൈം ആയത്. ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് പഴംപൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ബിങ്കോ മാഡ് ആംഗിൾസിൻ്റെ പുതിയൊരു പാക്കാണ്. പുതിയതാണോന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. ഒരു വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു ഈ അച്ചാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നേ. രസമുണ്ടത്, നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു അച്ചാർ കഴിച്ച പോലെ ഇരിക്കുന്നത്. അത് കൊള്ളായിരുന്നു. അത് നമ്മുടെ മേഘ കൊണ്ടുവന്നതാണ് അല്ലേ? അച്ചാറിന്റെ ടേസ്റ്റ് അല്ലേ? ഞാൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല പോളിങ്ങാണ് ഞാനിവിടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം, പഴയതുപോലെ ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും വിചാരിക്കും ഓക്കെ അടുത്ത ഷെഡ്യൂളിൽ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പഴയ പോലെ തന്നെ ഫിറ്റായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ വരണം എന്നൊക്കെ വിചാരിക്കും ഞാൻ. പക്ഷെ ഒന്നും നടക്കില്ല. ഇന്ന് ആക്ച്വലി രാവിലെ തൊട്ട് കുറേ ഫുഡ് കഴിച്ചതുകൊണ്ട് രാത്രിയിൽ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം രാത്രിയിൽ ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നൈറ്റ് ഇവിടെ ഫുഡ് ചപ്പാത്തി, ചിക്കൻ കറി, അങ്ങനെ ചിക്കൻ ഐറ്റംസ് എന്തെങ്കിലും കാണും. ചിക്കൻ കറിയോ തോരനോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കാണും. ചപ്പാത്തി, ദോശ, ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലും കാണും. ഞാനിപ്പോഴും ചപ്പാത്തി, ചിക്കൻ കറി മേടിച്ചിട്ടാണ് പോവാറ്. ഇന്നിപ്പോൾ ഇത്രയും കഴിച്ചത് കൊണ്ട് വേണ്ട, ഫുള്ളായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം. ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ നിങ്ങൾ കണ്ടത്. എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല കേട്ടോ, ഇന്ന് ഇത്രയും കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ